അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഫെല്ല മൈ വേൾഡ്. ഇന്ന് നമ്മൾ ഒരു റെഡ് ചോക്കോ കേക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഓവണൊന്നും ഇല്ലാതെ ഇഡ്ഡലി തട്ടിൽ എങ്ങനെയാണ് ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പം ഞാനിത് ഇവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു നുള്ള് ഉപ്പും കൂടി ആഡ് ചെയ്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി വേറൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള എഗ്ഗ് തന്നെ എടുക്കുക. ഇനി ഇതിലേക്കൊരു 1/3 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ പൊടിച്ചിട്ടൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഈ ഒരു സ്പൂണിൽ ഒരു 3 ടേബിൾ സ്പൂണ് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക. ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് സുർക്ക ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ മുട്ടയുടെ കുത്തൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതൊന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്യുക. ഇനി അതിലേക്ക് കുറച്ച് വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് വിസ്ക് ചെയ്തെടുക്കുക. അപ്പോൾ അതേ നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലേ, മൈദ, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ, പിന്നെ ഉപ്പും കൂടി ഇട്ടത്, അത് കുറച്ചായിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിനെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 to 4 ടേബിൾ സ്പൂണ് വരെ പാൽ ആഡ് ചെയ്ത് കൊടുക്കുക. നോക്കിയിട്ട് ആഡ് ചെയ്യുക പാൽ. നമുക്കൊരു ആ ഒരു കറക്റ്റ് ബാറ്റർ കിട്ടുന്ന അതുവരെ ഒരു പാൽ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 to 4 ടേബിൾ സ്പൂണാണ് ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇതൊരു റെഡ് ചോക്കോ കേക്കാണ്. അപ്പോൾ ഞാനിവിടെ റെഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 to 3 ഡ്രോപ്സോളം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ചെയ്തെടുക്കാൻ പോകുന്നത് ഇഡ്ഡലി മേക്കറിലാണ്. അപ്പോൾ ഇഡ്ഡലി തട്ടിൽ എണ്ണ ഒക്കെ പരട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഞാനിത് ഇവിടെ ഒരു മിൽക്ക് ചോക്ലേറ്റിൻ്റെ ബാർ എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസാക്കിയിട്ട് ഇതിൻ്റെ നടുവിലോട്ട് മിഡിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ബാറ്റർ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു 10 to 15 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു കേക്കാണ്, നല്ല ടേസ്റ്റും ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്ക് റെസിപ്പിയാണിത്. നമുക്ക് നല്ല ചോക്ലേറ്റൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് നല്ല രസമുണ്ട്. ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കുക, എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും പുതിയ വീഡിയോസും റെസിപ്പീസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ആൻഡ് ടേക്ക് കെയർ.